ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇത് ജസ്റ്റ് ഒരു നിങ്ങളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രേഡിനകത്തിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ട്രേഡിനെ നമ്മൾ അവലോകനം ചെയ്തപ്പം അതിൻ്റെ ഒരു റിസൾട്ടും പ്ലസ് നിങ്ങളിനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു അവയർനെസ് പറയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ പലരും ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ആഴ്ച എൻഡിൽ നിന്ന്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ വീക്കിലി പി ആൻഡ് എല്ലിൻ്റെ ഞാൻ ആ റിസൾട്ട് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് സ്ട്രാറ്റജികളോ ചാർട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളോട് എന്ത് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ക്യാപ്ഷനകത്ത് പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ ഈ ഓപ്ഷൻ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലാളുകളാണ്. യുദ്ധഭൂമിയിലെ കാലാളുകളാണ് ഈ ഓപ്ഷൻ ബയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചു വീഴണോ അതോ പൊരുതി ജയിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് പൊരുതി കയറണോ അതോ മരിച്ചു വീഴണോ എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. ഓക്കെ, നമുക്കെതിരെയുള്ള ആളുകൾ ശക്തന്മാരാണ് ഇല്ലേ? എന്നാൽ ആ ശക്തന്മാരോടും പൊരുതി രക്ഷപ്പെട്ടു പോകണം. പൊരുതി ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്ന് പഴിച്ച് പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്യം. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇവരോട് പൊരുതി ജയിക്കാൻ പറ്റില്ല. നമുക്കെതിരെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെന്നല്ല, നമുക്കെതിരെ നിൽക്കുന്നവർ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതായത് FIS, DIS അല്ലെ അതുപോലുള്ള HNIs അതുപോലുള്ള വലിയ വലിയ ടീമുകളാണ് ഇല്ലേ? അവരുടെ മുമ്പിൽ നമ്മൾ വെറും കാലാളുകളാണ്. ഓക്കെ, അപ്പം കാലാളുകൾ കൂടുതലും യുദ്ധഭൂമിയിൽ പട്ടുപോകാറാണ് പതിവ്. എന്നാൽ അവരിൽ നിന്ന് ചിലർ സ്വന്തം മിടുക്കുകൊണ്ട് അല്ലെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? നമ്മൾ പല കഥകളിലും വായിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് അതിജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പം അതിനകത്ത് നമ്മൾ ഈ യുദ്ധഭൂമിയിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാം അല്ലെ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടതൊരു മനസാന്നിധ്യവും അച്ചടക്കവുമാണ്. മനസാന്നിധ്യം വേണം, അതുപോലെ തന്നെ തികഞ്ഞ അച്ചടക്കം വേണം. കാരണം നമ്മൾ ഒരായുധം പ്രയോഗിക്കുമ്പം അത് വളരെ സൂക്ഷ്മതയോട് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമുക്കും പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഓപ്ഷൻ ബൈങ്ങിനകത്ത് കണ്ടുവരുന്നത് ഇല്ലേ? നമ്മുടെ കയ്യിലൊരു ആയുധമുണ്ട്, നമ്മൾ ആ ആയുധം ചുമ്മാ ഒരു തലങ്ങും വിലങ്ങും വെട്ടുന്നു. യാതൊരു ബോധമോ ലക്ഷ്യമോ ഉദ്ദേശമോ അതിൻ്റെ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ എടുത്തിട്ട് വെട്ടുന്നു. ആരെല്ലാം വരുമ്പോൾ എടുത്തിട്ട് വെട്ടുന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്നിനും പ്രയോഗിക്കേണ്ട ഓരോ ആയുധങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ് അങ്ങനെ നിങ്ങളെ മുഷിപ്പിക്കുകയല്ല, പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ അന്തസത്ത നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഒരു നമ്മുടെ മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുകയാണെങ്കിൽ ആനയെ വാളുകൊണ്ട് വെട്ടി കൊല്ലാൻ പറ്റുമോ? വാളുകൊണ്ട് വെട്ടാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് തുമ്പിക്കേക്ക് ചുരുട്ടിയെടുത്ത് നമ്മൾ നിലത്തടിക്കും. അപ്പോൾ അവിടെ ആയുധം വേറെയാണ്. മനസ്സിലായില്ലേ? ദൂരെ നിന്ന് തോക്കുകൊണ്ട് വെടി വെക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയുധമാണ് ഉപയോഗിക്കുക. അവിടെ വാളൊരിക്കലും പ്രായോഗികമല്ല എന്ന് പറയുന്ന പോലെ തന്നെ. എന്നാൽ നമ്മുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു മൃഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാൾ കൊണ്ട് അതിനെ വെട്ടി പരിക്കേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനോ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രു ഏതാണ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സം ഏതാണ് എന്ന് അറിഞ്ഞു വേണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധം പ്രയോഗിക്കണം. അതായത് എല്ലാത്തിടത്തും കൊണ്ടുപോയി നമ്മൾ എല്ലാ ആയുധം പ്രയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് വളരെ സാധ്യത കുറവുള്ള ഒരു മേഖല തന്നെയാണ് അല്ലേ? ഓപ്ഷൻ ബൈയിങ് ശരിക്കും സാധ്യത അതായത് ഈ അനലിസ്റ്റുകൾ അല്ലെ ഇവിടെ ഉള്ളവർ പറയുന്നത് ഓപ്ഷൻ ബൈയിങ്ങിൽ വിജയ സാധ്യത നമുക്കൊരു 33% എന്നാണ് പറയുന്നത്. 33%. ഓക്കെ, എല്ലാവരും പറയുന്നത് അൺലിമിറ്റഡ് ലാഭം കിട്ടും, ഭയങ്കര ലാഭമാണ്, ഇതാണെന്നൊക്കെ പറയുമെങ്കിലും 33% മാത്രമാണ് അനലിസ്റ്റുകളുടെ പ്രകാരം ഈ കണ്ടെത്തലുകൾ പ്രകാരം 33% ഓപ്ഷൻ ബൈങ്ങിനകത്ത് വിജയിക്കാനുള്ള സാധ്യത. അതേസമയം ഓപ്ഷൻ സെല്ലിങ്ങിനകത്തിലാണെങ്കിൽ 66% എന്ന് പറയുന്നു. 66%. അതായത് മാർക്കറ്റ് അതായത് അതിൻ്റെ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങിനകത്ത് നമ്മൾ എങ്ങനെയാണ് വിജയിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിൽ തന്നെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അപ്രീസിയേഷൻ ഉണ്ടാകും. ശരിയല്ല പറയാം? നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യണം. മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ബൈയിങ് കൊണ്ട് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളിപ്പം ഇന്നും മാർക്കറ്റ് ഒരു 100 പോയിന്റ് മുന്നോട്ട് പോകും അല്ലെ ഇത്ര പോയിന്റ് മുതൽ ഇത്ര പോയിന്റ് വരെ മാർക്കറ്റ് മുന്നോട്ട് കയറും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഒരു ധാരണ അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠനം അങ്ങനെ അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ബൈയിങ് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ.
ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അതേസമയം ഓപ്ഷൻ സെല്ലിങ്ങിനകത്തിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ വിചാരിക്കുന്ന സൈഡിലോട്ട് മാർക്കറ്റ് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. താഴോട്ട് പോകാതിരുന്നാൽ മതി. അതിൻ്റെ മുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോയിന്റിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം മതി. മുമ്പോട്ട് മൂവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനസ്സിലായി പറഞ്ഞത്? നമ്മൾ വിചാരിക്കുന്ന സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവിടെ തന്നെ നിന്നാലും മതി. അപ്പം 2 പോസിബിലിറ്റി അവിടെ. മൂവ് ചെയ്താലും പൈസ കിട്ടും, അഥവാ മാർക്കറ്റ് അവിടെ നിന്നാലും പൈസ കിട്ടും. പക്ഷേ ഓപ്ഷൻ ബൈങ്ങിനകത്തിലോ മാർക്കറ്റ് മൂവ് തന്നെ ചെയ്യണം. നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. മാർക്കറ്റ് അവിടെ നിൽക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? DK കൊണ്ട് നമ്മുടെ പ്രീമിയം ഉരുകി തീരത്തേ ഉള്ളൂ. അപ്പം ആൾക്കാർ പറയുന്നത് പക്ഷേങ്കിൽ നമ്മുടെ അന്ധമായ ധാരണ എന്താ, ചെറിയൊരു പ്രീമിയം കൊണ്ട് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടാണ് ഈ ഓപ്ഷൻ ബൈങ്ങിലേക്ക് ഇറങ്ങി വരുന്ന എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ആ ധാരണ തെറ്റാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കവിടെ വിജയസാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് സെബി പറയുന്നത് ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ ആൾക്കാർക്ക് 92% ആൾക്കാരും ഫെയിലാണ്ട് 8% ആൾക്കാർ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ്. ഓക്കെ, അപ്പം വീണ്ടും അതും ഞാൻ പറഞ്ഞ് കയറി പോവാം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ പോളിനകത്തിൽ കണ്ടത്, നമ്മളെന്താ കഴിഞ്ഞ ദിവസത്തെ പോളിനകത്ത് കണ്ടത്? ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 450 പേരോളം നമ്മുടെ ഈ പോളിനകത്ത് പങ്കെടുത്തു. 450 പേരോളം ട്രേഡ് ചെയ്തു എന്നല്ല പറഞ്ഞത്. ട്രേഡ് എത്ര പേര് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് എന്ത് പങ്കെടുത്തു, അതായത് പേപ്പർ ട്രേഡായിട്ടും പിന്നെ സ്റ്റഡിയുടെ ഭാഗമായിട്ടും ഒക്കെ ഇതിനകത്തിൽ പങ്കെടുത്തു. ഏകദേശം 450 പേരോളം പങ്കെടുത്തു. അതിൽ ട്രേഡ് ചെയ്തവരുണ്ട്, പേപ്പർ ട്രേഡ് ചെയ്തവരുണ്ട്, പഠിച്ചവരുണ്ട്, പഠിക്കാൻ വേണ്ടി പേപ്പർ ട്രേഡ് ചെയ്തവരുണ്ട്, അതുപോലെ ചാർട്ടിനകത്ത് നോക്കിയിരുന്നവരുണ്ട്. അങ്ങനെ 450 പേരുണ്ട് മൊത്തം. ഏകദേശം 450 പേരുണ്ട്. അതിൽ ഏകദേശം ട്രേഡ് ചെയ്തത് 280 പേരാണ്. അതിനകത്തിൽ ഏകദേശം ട്രേഡ് ചെയ്തവർ, റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്തവർ ഏകദേശം 280 പേരാണ്. ആ 280 പേരിൽ ലോസ് വന്നത് വെറും 94 പേർക്കാണ് ലോസ് വന്നത്. 280-ൽ 94 പേർക്കാണ് വീക്കിലി, ഡെയിലി അല്ല വീക്കിലി 94 പേർക്കാണ് ലോസ് വന്നത്. ചെറിയ ലോസ്, ഒരു കുഞ്ഞു ലോസ്, അല്ലെ സഹിക്കബിൾ ലോസ്, അതായത് നിങ്ങളുടെ പഴയ ചരിത്രമായിട്ട് കമ്പയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ ഗ്രൂപ്പ് തുടങ്ങി നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പിന്നെ ഡെയിലി വീഡിയോ കാണുകയും നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത് അവരുടെ മനസ്സിനെ അവർ ഒന്ന് പരുവപ്പെടുത്തി എടുത്ത് ട്രേഡ് ചെയ്തവർ ഒരു 46 പേർക്ക് ചെറിയ ലോസ്, അവർക്ക് സഹിക്കബിളായിട്ടുള്ള ലോസ്, അൺലിമിറ്റഡ് ലോസ് അല്ല, അല്ലെങ്കിൽ ഭീകരമായ ലോസ് അല്ല, ചെറിയ ലോസിൽ അവരുടെ ട്രേഡ് അവസാനിപ്പിച്ചു. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു ഭീകരമായ ലോസിലോട്ട് പോകാതെ നിങ്ങൾ പിടിച്ചു നിന്നു ഇല്ലേ. അപ്പം ആ ലോസ് വന്നപ്പോൾ നിങ്ങളത് അവിടെ നിന്ന് എക്സിറ്റ് ആകാൻ നിങ്ങൾ തയ്യാറായി. പണ്ടൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്യുമായിരുന്നു ഇല്ലേ. അപ്പോൾ ഒരു ചെറിയ ലോസിലും അവരും 46 പേര് അവസാനിപ്പിച്ചു. 140 പേര് നിങ്ങൾ വീക്കിലി പ്രോഫിറ്റിലിറങ്ങി. അത് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50% മേളിൽ ഒരു നമ്മൾ ഈ ലിമിറ്റഡ് ലോസിനെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പിന്നെ ഒരു 60% ആൾക്കാരോടും വീക്കിലി പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. അത് നമുക്ക് നല്ലൊരു നേട്ടമാണ് അത്. ഈ നേട്ടം നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ പ്രോഫിറ്റിൽ പച്ച കത്തിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം, നിങ്ങൾക്ക് കിട്ടിയൊരു ആത്മവിശ്വാസം ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ, വളരെ കൃത്യനിഷ്ഠയോടെ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ എൻട്രി പോയിൻ്റ് കണ്ടുപിടിച്ച് നിങ്ങൾ എൻട്രിയും എക്സിറ്റും എടുത്ത് ഒരു കൃത്യമായി നിങ്ങൾ എല്ലാ ചട്ടങ്ങളും പാലിച്ച് ട്രേഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി ഇല്ലേ? ഇത്ര നാൾ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? അല്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ പച്ച വരുമ്പം സിയും ചുവപ്പ് വരുമ്പം പി എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചാടിക്കയറി ട്രേഡ് എടുത്ത് കാശ് കളഞ്ഞവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. ഇല്ലെങ്കിൽ 90% ആൾക്കാരും, എൻ്റെ കൂടെ ഈ ട്രേഡ് ചെയ്യുന്നതിൽ 90% ആൾക്കാരും അങ്ങനെയുള്ളവരാണ് ഇല്ലേ. പക്ഷേ ഇപ്പോഴോ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്രത്തോളം മാറ്റം നിങ്ങൾക്ക് വന്നു, ആ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി, നിങ്ങൾ അത്രയും ചിന്തിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ പഴയ ആ ട്രേഡിംഗ് ലൈഫുമായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം അച്ചടക്കം ഉണ്ടായി. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് ഒരു ട്രേഡിങ്ങിനകത്തിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രേഡിംഗ് അച്ചടക്കം. ആ അച്ചടക്കം നമുക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളിത് കമ്പയർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്തുവായിരുന്നു, പഴയ കാലത്ത് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്തു, ഇപ്പോൾ ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ വേറെ മറ്റു പലർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടത്തില്ല, പക്ഷേങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആരെങ്കിലും കണ്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യുക, കേൾക്കുക, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റിന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മറ്റുള്ളവർ, ഗ്രൂപ്പിലില്ലാത്തവരോ അല്ല പുറത്തുനിന്ന് കാണുന്നവരോ ഇത് മനസ്സിലാക്കുക എന്തുവാണെന്ന്. ഇതിനകത്ത് ഞാനൊരു ന്യായം ചലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. ആ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ന്യായം എന്നുള്ളൊരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുറുകെ പിടിക്കണം. അതിനെ നമ്മുടെ ഒരു ട്രേഡിങ്ങിൻ്റെ ഭാഗമാക്കി തന്നെ മാറ്റണം. ഓക്കെ, ആ ന്യായം എന്നുള്ള വാക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ട്രേഡിംഗ് ഡെസ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ, ആ ട്രേഡിംഗ് ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ന്യായം എന്നുള്ളൊരു A4 ഷീറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒട്ടിച്ചു വെക്കുക. തമാശ പറഞ്ഞല്ല, നിങ്ങളെപ്പോൾ നോക്കിയാലും കാണണം. നിങ്ങളിപ്പോൾ ഒരു ടേബിളിൻ്റെ മുന്നിലിടുന്ന, അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിടുന്ന നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണെത്തുന്നിടത്ത് നിങ്ങളൊരു A4 ഷീറ്റിൽ നിങ്ങൾ എഴുതി വെക്കുക, ന്യായം പാലിക്കുക എന്നുള്ളൊരു വാക്ക് നിങ്ങൾ A4 ഷീറ്റിൽ വലിയ ബോൾഡ് ലെറ്ററിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, പലരും പറഞ്ഞിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഞങ്ങൾ വീണ്ടും പോയി ആ ന്യായം ഇതിൻ്റെ വീഡിയോ പോയി കാണുമെന്ന് പറയാറുണ്ട്. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി അവരുടെ തെറ്റ് എവിടെയാണ്, അവർക്ക് തെറ്റിപ്പോകുന്നത് എവിടെയാണെന്ന്, അവരുടെ പാളിച്ച പറ്റുന്നത് എവിടെയാണെന്നും അവർക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ന്യായം പാലിക്കാൻ ശ്രമിക്കുക. മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കണ്ടെത്തുന്ന ദൂരത്ത് നിങ്ങൾ അങ്ങനെ ഒരു സംഭവം എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം അപ്പം ഇപ്പം നിങ്ങളൊരു റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഓക്കെ, ഒരു റൈറ്റ് ട്രാക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ആത്മവിശ്വാസം കളയാതെ കൃത്യമായ എൻട്രി, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചാർട്ടിനകത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രീ മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, പഠിക്കാനുള്ള ഒരു കാര്യം ഞാൻ എന്നും പറയാറുണ്ട്. അല്ലേ, എല്ലാ ദിവസത്തെയും പ്രൈസ് ആക്ഷൻ ഞാൻ അതിനകത്ത് വിശദീകരിച്ച് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പം അത് ഓരോ ദിവസം വിശദീകരിക്കുന്നത് നിങ്ങൾ ഡെയിലി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സിനാരിയോ വരുമ്പോഴും ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ, അപ്പം അടുത്ത ദിവസങ്ങളിൽ ഏത് സിനാരിയോ വന്നാലും, ഓക്കെ, നമുക്കെതിരെ ഏത് അടവ് വന്നാലും അതിനെതിരെ പ്രയോഗിക്കാനുള്ള അടവ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ദിവസം കൊണ്ട് ഇത് മുഴുവൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ദിവസവും മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ സിനാരിയോ വെച്ചിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനാരിയോ വീണ്ടും വരുമ്പോൾ, ഒരു ദിവസം മാത്രമല്ലല്ലോ, ഇതേ സിനാരിയോ വീണ്ടും ആവർത്തിച്ച് വരാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കലൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ തിരുത്തി തന്നു, അല്ല പറഞ്ഞു തന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നു, ഹൃദയസ്ഥമാക്കുന്നു. ഓക്കെ, അതിനുശേഷം അതേ സിനാരിയോ വീണ്ടും അതേ മാർക്കറ്റിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ അബദ്ധം പറ്റത്തില്ല. പറ്റുമോ? ഒരാളെ ഒരിക്കൽ പറ്റിക്കുക, എപ്പോഴും പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ അബദ്ധം പറ്റാൻ പറ്റും, പക്ഷേങ്കിൽ എപ്പോഴും ആ അബദ്ധം പറ്റത്തില്ല. കാരണം നമ്മൾ ആ അബദ്ധത്തിൽ നമ്മൾ പഠിച്ചു. ആ പഠിച്ച പാഠം അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ അപ്ലൈ ചെയ്യും, അത് കറക്റ്റായ രീതിയിൽ അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ദൈനംദിനം നമ്മൾ മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോയി ഒരു നല്ല ട്രേഡർ ആകുന്നത്. അങ്ങനെയാണ്. അത് ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, 6 മാസം കൊണ്ടോ ഒന്നും ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഏകദേശം 3 വർഷം എടുത്തു ഇത് പഠിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് സ്ഥിരമായി നിങ്ങൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു ശരിക്കും വീക്ഷിക്കുക, ചാർട്ടുകളെ വീക്ഷിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എപ്പോഴും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. മനസ്സിലായ? റിവൈസ് ചെയ്യുമ്പം നിങ്ങളെങ്ങനെയാണ് എപ്പോഴും സ്ഥിരമായി ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, അതിനകത്ത് പിന്നെ കൂടുതൽ എക്സ്പെർട്ടൈസ് ആകും നമ്മൾ, ഇല്ലേ? നമ്മളതിനകത്തിൽ എക്സ്പേർട്ടാകും. ഒരു ക്രിക്കറ്റ് കളിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അന്ന് രാവിലെ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അങ്ങ് പോവാണോ? അല്ല, അവർക്ക് ദൈനംദിന ദിവസവും പ്രാക്ടീസ് ഉണ്ട്, ഇല്ലേ? ഒരു ഫുട്ബോൾ കളിക്കാരാണെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. ഏതൊരു ജോലി ചെയ്യുന്നവർക്കായാലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഒരു ITI നിന്ന് പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് നേരെ ജോലിക്ക് പോവാണോ? അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു അപ്രൻറ്റീസായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി പോയി നിന്ന് ശമ്പളമില്ലാതെ കുറേ നാൾ ജോലി ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കാണെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി ചുമ്മാ ജോലി ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഇത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ
മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യും. ആ പ്രാക്ടീസ് ചെയ്താണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ മെക്കാനിക്കായിട്ടോ ഒരു റിയൽ ടെക്നീഷ്യനായിട്ടോ നമ്മൾ മാറുന്നത്. അതിനെന്ത് വേണം? സമയം വേണം, നമുക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും. മനസ്സിലായി? അപ്പോൾ നിരന്തരമായ പരിശീലനത്തിലൂടെയും പിന്നെ വീക്ഷണങ്ങളിലൂടെയും പിന്നെ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനീ പറയുന്ന കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നവർക്കൊന്നും ദഹിക്കുകയില്ല, അവർക്കത് എന്താണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. പക്ഷേ ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വിജയിച്ചവരോട്, പ്രോഫിറ്റിൽ ഇറങ്ങിയവരോട് നിങ്ങൾ ഇത് കണ്ടിട്ട് അമിത ആവേശം വേണ്ട. കൃത്യമായി, വീണ്ടും പറയുന്നു, കൃത്യമായി എൻട്രി എക്സിറ്റും കണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വിജയിച്ചവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ വീണ്ടും കീപ്പ് ഓൺ പ്രാക്ടീസ്. ഇനി തോറ്റുപോയവരോട് എനിക്ക് പറയാനുള്ളത്, അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, ജയിച്ചവർ മാറി ഇന്നോട്ട്, തോറ്റവരാണ് പിന്നെയും വിജയ ചരിത്രം കുറിച്ചിട്ടുള്ളത്. ഓക്കെ, തോറ്റവരുടെ ചരിത്രമാണ് പിന്നെ ചരിത്ര താളുകളിൽ നല്ലപോലെ തങ്കലിപികളിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പം ഫെയിലിയർ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തോൽവിയിൽ നിന്ന് നമ്മൾ എന്ത് വേണം? നമ്മൾ പാഠം പഠിക്കണം. അപ്പോൾ അതിന് എന്ത് പറ്റി? ഇല്ല, ഒന്നും കുഴപ്പമില്ല. അല്ല, വീഡിയോ റെക്കോർഡ് ആടാകുന്നുണ്ടോ ഞാൻ ഇടയ്ക്ക് നോക്കുമായിരുന്നു. അപ്പം തോൽവിയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വന്ന പരാജയം സമ്മതിച്ചു, ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ കണ്ടുണരണം. പരാജയം എനിക്ക് എവിടെ സംഭവിച്ചു എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാതെ വീണ്ടും പരാജയം മനസ്സിലായി വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് കൊള്ളാവുന്നവർ അല്ല. വീണ്ടും ഞാൻ പറയുന്നു, തെറ്റ് കണ്ടു, തെറ്റെനിക്ക് പറ്റിയത്, എനിക്ക് തെറ്റ് മനസ്സിലായി, എന്നിട്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിന് കൊള്ളാവുന്നവർ അല്ല. അടിവരയിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കുക. ബാക്കിയുള്ള പൈസയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ പിള്ളേർക്കോ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയുള്ള കാലം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആരെയൊക്കെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തുക. ഓക്കെ, ഞാൻ പരാജയമാണോ സക്സസ് ആണോ, എനിക്കിതിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്ന് ഉള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കണം. പരാജയപ്പെട്ടവരോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിന്നൊരു തീരുമാനം എടുക്കണം. എനിക്ക് ഇതിന്ന് വിജയിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്, അതെനിക്ക് 100% അറിയാം. നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നതെന്നും നിങ്ങൾക്ക് എവിടെയാണ് പരാജയം പറ്റുന്നതെന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പൈസ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കരകയറാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കുക. നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിന് കൊള്ളാവുന്നവരല്ല. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവഹാനി ഉണ്ടാവും. ഒരു യുദ്ധഭൂമിയിൽ നമ്മൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങിയാൽ നമുക്ക് എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും, ഇല്ലേ? ഇല്ല, നമ്മൾ വീണ്ടും അതിനെതിരെ യുദ്ധം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കഴുത്ത് പോവും. ശരിയല്ലേ? നമ്മുടെ കഴുത്ത് പോവും. അപ്പോൾ കഴുത്തിനെ സംരക്ഷിക്കുക. കയ്യിലുള്ളതെല്ലാം പോട്ടെ, ധനവും മാനവും വീടും സ്വത്തും എല്ലാം നമുക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് എന്ത് പറ്റി? ജീവൻ എന്ത് ചെയ്യും? തിരിച്ച് കിട്ടി. അതുകൊണ്ട് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക. നിങ്ങളുടെ തെറ്റിനെ നിങ്ങൾക്ക് കണ്ടു, നിങ്ങളുടെ തെറ്റിനെ നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾക്ക് അതിനൊന്ന് കരകയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയുധം വെച്ച് അവസാനിപ്പിക്കുക. അല്ല, എനിക്ക് രക്ഷപ്പെടണം, ഇതിൽ നിന്ന് കരകയറണം എന്ന് ഇനിയെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി വീഡിയോകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങളത് ചെയ്യാൻ ഈ ഒരാഴ്ച കൂടെ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരാഴ്ച ഞാൻ ഇതിൽ നിന്ന് കയറും, ഞാൻ ചെയ്യും. വളരെ ആത്മവിശ്വാസത്തോടെ ആത്മസംയമനത്തോടെ ഞാൻ ഈ ആഴ്ച ട്രേഡ് ചെയ്യും. അതനുസരിച്ച് ഞാൻ ഈ ആഴ്ച പ്രോഫിറ്റിലിറങ്ങും. കൃത്യമായ എൻട്രിയിലും എക്സിറ്റിലും ഞാൻ എൻ്റെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും എന്ന് കൃത്യമായി ഒരു ഉറപ്പോടെ വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എഴുന്നേറ്റ് പോകാൻ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുകയും വേണം.
അങ്ങനെ നിങ്ങൾ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൂടെ സമയമുണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഒരു വാശിയോടെ, അങ്ങനെ തന്നെ വേണം, ഒരു വാശിയോടെ, ഓക്കെ, എൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ മിസ്റ്റേക്ക് എനിക്കറിയാം, ഞാനിനി ആ മിസ്റ്റേക്ക് ചെയ്യത്തില്ല എന്ന് ഉറച്ച ഒരു ഉറപ്പോടെ വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എഴുന്നേറ്റ് പോകാൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും നിങ്ങൾ ട്രേഡ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾ പരാജയപ്പെടുക, നിങ്ങളുടെ എന്താ പറയുന്നത്, അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. നിങ്ങൾ ഇനി വീണ്ടും ട്രേഡ് ചെയ്യരുത്, വീണ്ടും നഷ്ടത്തിലേക്ക് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അത് പിന്നെ വേറെ ഒത്തിരി കോൺസിക്വൻസിന് തന്നെ ഇടവരുത്തും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അല്ല എന്നെ പൊതുവായിട്ട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഗ്യാംബ്ലിംഗ് പറഞ്ഞൊരു സ്ഥലമല്ല, ഒരു ഉത്സവപ്പറമ്പിലെ കുലുക്കി കുത്തുകളിയല്ല. എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ. കഴിഞ്ഞ ദിവസം ഒരാൾ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്ര ചെയ്തു ഇത്രയും പൈസ പോയി, എൻ്റെ കാശ് ഇത്രയും പോയി. വളരെ സില്ലിയായിട്ട് പറഞ്ഞു, ഇത്രയും കാശ് പോയി, ഓക്കെ, ഇനി ഞാൻ 2 ദിവസം ട്രേഡ് ചെയ്യുന്നില്ല, വീണ്ടും അടുത്ത ദിവസം വീണ്ടും ഇതേ പരിപാടി തന്നെ. ഇതൊരു കുലുക്കി കുത്തുകളിയല്ല. ഓക്കെ, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഇത് ഉത്സവപ്പറമ്പ് അല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അല്ല, ആരും ബിസിനസ് ചെയ്ത് തോക്കണം എന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ടോ? ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനും ബിസിനസ് ചെയ്ത് തോക്കണം ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ബിസിനസ്സാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻകം ടാക്സ് ഇതിനെ കണക്കാക്കുന്നത് ഒരു ബിസിനസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് കിട്ടുന്ന ഇൻകം, നിങ്ങൾ ഈ F&O എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇൻകമാണ്. അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ബിസിനസ് പരാജയപ്പെടണമെന്ന്, ഒരു ബിസിനസ് എടുത്തും തുടങ്ങിയിട്ട് ഒരിക്കലും പരാജയപ്പെടണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം വേണം. ലക്ഷ്യമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. വിത്തൗട്ട് എ പ്ലാൻ ദർ ഇസ് നോ സക്സസ്. ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും, ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരിക്കലും ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾക്കൊരു ഒരു സക്സസ് ഉണ്ടാകത്തില്ല. ചുമ്മാതെ നമ്മൾ കയറി കയറുന്നത് എന്തെങ്കിലും കണ്ട് പുട്ടെടുത്ത് C എടുത്ത് അങ്ങനെ P എടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ഒരു 6-7 വർഷം ഞാൻ US മിലിറ്ററിയോട് ജോലി ചെയ്തിട്ടുണ്ട്. അവരെ കണ്ട് പഠിക്കണം നമ്മൾ. അവർക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്തൊരു സാധനം അങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ അവൻ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ അവർ ആ ജോബ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകും. ഇപ്പോൾ ഒരു 40 ഫുട്ട് കണ്ടെയ്നർ അങ്ങോട്ട് നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ വരും, ആ വന്ന സൈറ്റ് നോക്കും. അതിനുശേഷം ഇന്ന സ്ഥലത്ത് ഇത്ര അടി അല്ല ഇത്ര മീറ്റർ ഈ സാധനം അങ്ങോട്ട് നീക്കി വെക്കണം. ഓക്കെ, അവിടെ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ വരച്ചിട്ട് ഒരു കോളം വരച്ചിട്ട് ആ സാധനം അതിനകത്ത് എടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ ഇത്ര മീറ്റർ ദൂരെ ഇത്ര സ്ഥലത്ത് ഇതിങ്ങനെ കൊണ്ടുവെക്കും എന്ന് അവരൊരു പ്ലാൻ ഉണ്ടാക്കി അതിന് ശേഷം കൊണ്ടുപോകും. നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നു, ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാക്കർ അങ്ങോട്ട് ചെല്ലുന്നു, സാധനം പൊക്കുന്നു, എടുത്ത് മാറ്റി അങ്ങോട്ട് വെക്കുന്നു. ചിലപ്പോൾ അത് അവർ പറഞ്ഞ് താഴെ വീഴും, അല്ലെങ്കിൽ ചിലപ്പോൾ ചരിയും, അല്ലെങ്കിൽ മറിയും, അങ്ങനെ പലത് സംഭവിക്കും. ഇതങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം പറഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്താലും അത് ട്രേഡിങ്ങിലെന്നല്ല, ജീവിതത്തിലായാലും നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും എന്തിനും നമുക്കൊരു പ്ലാൻ വേണം. പ്ലാൻ ഇല്ലാതെ, വിത്തൗട്ട് പ്ലാൻ ദർ ഇസ് നോ സക്സസ്. ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിജയം കാണണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ വേണം. നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വേണം. എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം, എനിക്ക് ഇന്നത് നേടണം എന്നൊരു നമുക്കൊരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിലായാലും വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകല്ല. പറഞ്ഞ് വീഡിയോയുടെ നീളം കൂടിപ്പോയി, 25 മിനിറ്റായി ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ലക്ഷ്യം അതാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലായാലും ട്രേഡിംഗ് ലൈഫിലായാലും നിങ്ങൾക്ക് അച്ചടക്കം വേണം, ലക്ഷ്യബോധം വേണം, ഓക്കെ, ആത്മസംയമനം വേണം. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിലായാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ, ബിസിനസ്സിലായാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ലക്ഷ്യബോധത്തോടെ ആത്മസംയമനത്തോടെ നിങ്ങൾ ട്രേഡിങ്ങിനെ കാണുക. തെറ്റ് ഉണ്ടായാൽ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ നോക്കുക. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരോടും
വീക്കെൻഡ് അടിച്ചു പൊളിക്കുക. കാണാനുള്ള അത് അപ്പോൾ അടിച്ചു പൊളിക്കുമ്പോൾ തന്നെ നമ്മൾ വീഡിയോകൾ കാണാൻ മറക്കരുത്. പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഓക്കെ, ഇഷ്ടംപോലെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ, ചുമ്മാതെ കണ്ടിട്ട് കാര്യമില്ല. ഒരു സമയം കിട്ടുമ്പോൾ ശാന്തമായിട്ടുള്ള മനസ്സുമായിട്ടിരിക്കുമ്പം വല്ലപ്പോഴൊക്കെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ മുന്നേറിയാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റും. വിജയിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ ഈ ലോകത്തിൽ വിജയിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അതിന് നമുക്ക് ഒരു സമർപ്പണം വേണം, നമുക്ക് ഒരു ആത്മസംയമനം വേണം, ഒരു ലക്ഷ്യബോധം വേണം. ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് മേഖലയിലായാലും വിജയിക്കാൻ പറ്റും. തെറ്റ് കണ്ടാൽ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. ആ തെറ്റ് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് കൊള്ളാവുന്നവനല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, അപ്പം വീഡിയോ നീണ്ടു പോകുന്നു. ഇപ്പോൾ തന്നെ 26 മിനിറ്റായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.